നമ്മുടെ ഇടവകയിൽ കർത്താവിൽ നിന്നകന്നു പോകുന്നവരെ കുറിച്ച്, കുദാശകളിൽ നിന്നകന്നു പോകുന്നവരെ ഓർത്ത് കരയുന്ന കണ്ണീരാണ് ഈശോയുടെ കണ്ണീർ. അങ്ങനെ കരയാൻ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അത് ഒരു മിഷണറിയുടെ കണ്ണുനീരാണ്. എസെക്കിയേൽ 9:4 യെരൂശലേം പട്ടണത്തിലൂടെ കടന്നു പോകുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ദൈവം ചണവസ്ത്രധാരിയോട് പറയുകയാണ്, നീ നഗരത്തിലൂടെ, ഒരു ഉദാഹരണം പറയാം, ചെമ്പേരി പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുണ്ടോ എന്ന് നോക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ മക്കളുടെ അവസ്ഥ ശോചനീയമാണ്. 100 കിലോ 116 കിലോ കഞ്ചാവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരുത്തിനെ പിടിച്ചാക്കണത്. 1/2 കിലോ 100 ഗ്രാം ഒന്നുമല്ല. എത്ര കിലോ? 116 കിലോ കഞ്ചാവ് എവിടെ വിൽക്കാൻ കൊണ്ടുവന്നാണെന്ന് അറിയാവോ? നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടോ എന്ന് നോക്കാൻ ദൈവം തന്റെ ദൂതനോട് പറയുകയാണ്. ആ ദൂതൻ നോക്കുമ്പോ നമ്മളിൽ, നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? ഈ നാട്ടിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്നവരുണ്ടോ? നെടുവീർപ്പിടുന്നവരുണ്ടോ? നമ്മുടെ മക്കള് സേഫായാൽ നമ്മൾ ഹാപ്പിയായി. എന്റെ കൊച്ചത്തിനൊന്നും പോകുന്നില്ല അച്ചോ. ഇന്ന് പോകുന്നില്ലെങ്കിൽ വേണ്ട, നാളെ പോകാതിരിക്കണ്ടേ? നാളെ നിങ്ങളുടെ കൊച്ചിന്റെ ചോറ്റുപാത്രത്തിൽ ഒരു വെള്ളപ്പൊതി കാണാതിരിക്കാൻ ഇന്നേ ചങ്ക് പറിച്ച് പ്രാർത്ഥിച്ചോ. എസ്ര ദേവാലയത്തിൽ നിലത്തു വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി അവർ കഠിനവ്യഥയോടെ വിലപിച്ചു. തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന മക്കളെ ഓർത്ത് ഇതാ എസ്ര കരഞ്ഞു എന്നാ പറയുന്നത്. അതാണ് 10:1. എസ്ര കരഞ്ഞതുപോലെ നീ കരയുന്നുണ്ടോ? ഇവരെ ഇടവക വികാരിയും കൊച്ചച്ഛനൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഇപ്പുറത്തിരിക്കുന്നുണ്ട് അച്ഛന്മാര്. അവർ കരയും. ഇടവക ജനത്തെ ഓർത്ത്, ഇടവക ജനത്തിന്റെ അവിശ്വസ്തതയെ ഓർത്ത് കരയും. മാതാപിതാക്കൾ കരയും. വഴിതെറ്റിപ്പോകുന്ന മക്കളെ ഓർത്ത്, പ്രാർത്ഥനയില്ലാത്ത മക്കളെ ഓർത്ത്, നല്ല കുടുംബജീവിതം നയിക്കാത്ത മക്കളെ ഓർത്ത്